ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തേതൊരു കുഞ്ഞ് റൂം ടൂറാണ് കേട്ടോ. ബാംഗ്ലൂരിലെ എൻ്റെ ഒരു കുഞ്ഞ് റൂം ടൂറാണ് ഇന്ന്. ഇതെൻ്റെ രണ്ടാമത്തെ റൂമാണ്. രണ്ടാമത്തെ റൂമെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പി ജിയിലായിരുന്നു. ബാംഗ്ലൂർ വന്ന സമയത്ത് തന്നെ പി ജിയിലായിരുന്നു. ഒരു 1 ഇയറിൻ്റെ അടുത്ത് പി ജിയിലായിരുന്നു. പിന്നെ ഒരു 1 BHK എടുത്ത് മാറി. അവിടെ നിന്ന് ഇപ്പം ഞാൻ വീണ്ടും മാറി. ഇതൊരു 1 BHK ആണ് കേട്ടോ. ഇതൊരു 3rd ഫ്ലോറിലാണ് വരുന്നത്. ഇതിൻ്റെ താഴെയൊക്കെ ഫാമിലി ഇതിൻ്റെ ഓണേഴ്സ് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെന്താ, കയറി വരുമ്പോൾ തന്നെ ഒരു ആമ്പലൊക്കെ ഉള്ള ഒരു കുഞ്ഞി പാത്രം വെച്ചിട്ടുണ്ട് അവിടെ. അതിലധികവും ആ നീലാമ്പൽ വിരിഞ്ഞിരിക്കും. രാവിലെ തന്നെ അത് കണ്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. പിന്നെ ഇത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് വരുന്നത്. മെയിൻ റോഡ് സൈഡിലാണെങ്കിലും കുറച്ചുള്ളിട്ടാണ് എന്താ പറയുക, ഒരു വല്ലാത്തൊരു പീസ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു അയൺ ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കോലൊക്കെ വരച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെന്താ, ഇവിടെ കുറച്ച് ടെറസിൽ, ഈ റൂം വരുന്നത് ടെറസിലാണ് കേട്ടോ. ടെറസിൽ ഒരൊറ്റ റൂമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടെറസ് മൊത്തം എൻ്റേത് മാത്രമാണ്. ഇവിടേക്ക് വേറെ ആരും കയറാറില്ല, ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇവിടെ കുറച്ച് ഇവർ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഓണറുടെയാണ്. ഈ ബക്കറ്റിൽ ഈ തെങ്ങും മാവും ഒക്കെ കുഴിച്ചിട്ടതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് വലുതായിട്ട് എങ്ങനെ ഉണ്ടാവുമോ. ഇവർക്ക് പിന്നെ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തുമ്പയൊക്കെ ഉണ്ട് കേട്ടോ. തുമ്പയുണ്ട്, തുളസിയുണ്ട്, പിന്നെ എന്താ കറിവേപ്പില, ഒരു മുല്ലേൻ്റെയൊക്കെ ഒരു ചെടിയുണ്ട്. ആ മുല്ലയ്ക്ക് ഭയങ്കര സ്മെല്ലാണ്. രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഇറങ്ങി നിൽക്കുമ്പം ക്യാബ് വരുന്നവരെ അങ്ങനെ ടൈം ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ ടെറസ് കൂടെ നടക്കുകയായിരിക്കും. ആ ടൈമിൽ ഞാൻ വന്നിട്ട് ഈ മുല്ല ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പം അതും ആ രാവിലെ തണുപ്പോ ഈ മുല്ലേൻ്റെ സ്മെല്ലൊക്കെ കൂടി ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. നമുക്കൊരു വല്ലാത്ത ഫ്രഷ്നെസ്സൊക്കെ തോന്നും. ഈ റൂം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂം. എന്താ, ഒരു വല്ലാത്ത പോസിറ്റീവ്നെസ്സൊക്കെ തോന്നും. ഇത് വേണമെങ്കിൽ എൻ്റെ ഒരു ഡ്രീം ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ അത്രയും ആഗ്രഹിച്ചെടുത്തൊരു റൂമാണിത്. ഞാൻ കുറേ തിരഞ്ഞ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച റൂമാണ്. പക്ഷേ ഈ റൂമിൽ ഞാൻ അധികം നിന്നിട്ടില്ല കേട്ടോ. ഒരു 6-7 മാസമൊക്കെ നിന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതൊരു കുഞ്ഞു റൂമാണ്, പക്ഷെ ഒരു പ്രത്യേക വൈബ് കിട്ടുന്ന ഒരു റൂമാണ്. നമ്മളെല്ലാവരും ബാംഗ്ലൂരൊക്കെ വന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ റൂം. അപ്പുറത്തെ ഭാഗത്തൊക്കെ വേറെ ബിൽഡിങ്ങിൻ്റെ ടെറസ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ഇതിൻ്റെ അടി ഇവിടെ ഈ 2 പ്രാവ് കാണുന്നുണ്ടോ? അവിടെ 2 പ്രാവ് കഴിഞ്ഞു. പിന്നെന്താ, ടെറസാണ്. ഇതാ ഇവിടെ നട്ട് അലക്കുന്നത്. ഈ കല്ലിൻ്റെ അടുത്ത് ഇവിടെ ഒരു പലക ഇട്ടിട്ട് അതിലിരുന്നിട്ടാണ് അലക്കാറ്. അവിടെ ഒരു പൈപ്പുണ്ട്, അത് പിന്നെ എൻ്റെ തുടങ്ങുന്ന മോപ്പാണ്. ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതിൽ നമുക്ക് അപ്പുറത്തെ ക്രോസ് കാണാം. അതന്നെ അമ്മയും അവരൊക്കെ ഇവിടെ ഒരു 2 വീക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ നൈറ്റ് ആകുമ്പം ഇവിടെ പായ ഇട്ടിട്ട് ഇവിടെ കിടക്കും. നൈറ്റ് ഇവിടെ കിടക്കാൻ നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റായിരിക്കും ഉണ്ടാവുക. പിന്നെ ആണെങ്കിൽ എപ്പോഴും ഫ്ലൈറ്റ് പോവും. ഫ്ലൈറ്റ് അധികം ചിലപ്പോൾ ഒക്കെ താഴ്ന്നിട്ടൊക്കെ പോവും. അപ്പോൾ അതും കണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും ഇവിടെ കിടക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഈവനിങ് ഒക്കെ, പിന്നെ ടെറസ് ആയതുകൊണ്ട് തന്നെ ഈവനിങ് വന്നിട്ട് ഇപ്പോൾ പുറത്ത് നിൽക്കാനും അതൊക്കെ ഒരു രസമാണ്. അവിടെ ഇവിടെ നേരിട്ട് കാണുന്ന ബിൽഡിംഗ് ഇല്ല, അത് ഇവിടെ തന്നെ മെയിൻ റോഡ് അവിടെ തന്നെയാണ്. അപ്പം ഒത്തിരി പോകാനൊന്നുമില്ല, അവിടെ തന്നെ. ഇതാക്കി പുറത്ത് ഇനി ഉള്ളിൽ കയറിയേക്കാം. ഇതെൻ്റെ പ്രാന്താണ് കേട്ടോ. ഡോർ അടച്ചിട്ട് നമുക്ക് തുറക്കാം. ദിസ് ഈസ് മൈ റൂം. ഇത് ഞാൻ ഇട്ടിച്ചതാണ്. ഇങ്ങനെ തുറക്കുമ്പോൾ കുഞ്ഞു റൂമാണ്. കുഞ്ഞു റൂം എന്ന് പറയുമ്പോൾ കുഞ്ഞു റൂം. ഇവിടെ ഒരു ടേബിളുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ടേബിളുണ്ട്, ഒരു ചെയറുണ്ട്. പിന്നെന്താ, ഇവിടെയും ഒരു ടേബിളുണ്ട്, ഒരു കുഞ്ഞു ടേബിളും 2 ചെയറും ഉണ്ട്. ഇതും ഇവിടെയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇതിൻ്റെ മുമ്പുള്ള റൂം ടൂറിൽ ഞാൻ ആ സാധനം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, അവിടെ ഒരു കേർട്ടൺ ഇട്ടിട്ടുണ്ട്. ഇവിടെ LED ഇട്ടിട്ടുണ്ട് നൈറ്റ്. അപ്പം LED എത്തുമ്പോൾ നല്ല രസമാണ്. നൈറ്റിലെ ഒരു വ്യൂ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ടെടി.
ഇവിടെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവു വന്ന ടൈമിൽ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഇവിടെ നേരെ തന്നെ കയറുന്നത് കിച്ചണാണ്. കിച്ചണും ഒരു കുഞ്ഞു കിച്ചണാണ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇത്ര സാധനമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ കപ്പ്, പിന്നെ കുറേ സാധനങ്ങൾ, ഈ പാത്രങ്ങൾ, ഈ എല്ലാ പാത്രവും, പിന്നെ ഇതിൽ തന്നെ കുറേ പാത്രങ്ങളൊക്കെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ അങ്ങനെ റാക്കൊന്നുമില്ല സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം ഇങ്ങനെ തന്നെ ഇവിടെയൊക്കെ തന്നെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവിടെ ഇതാ ഒരാൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മുകളിൽ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ സാധനം വെക്കാറില്ല. പിന്നെ ഒരു എക്സോസ് ഫാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് സുഖം. ഈ നമ്മളെന്തെങ്കിലും കരിയും പൊരിയൊക്കെ ആകുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ ഇവിടെയാണ് ബെഡ്റൂം. ഒരു കുഞ്ഞി കബോർഡ് ഉണ്ട്. പിന്നെ ഇവിടെ കിടക്കുന്ന ഈ സാധനത്തിന് ഞാൻ ഒട്ടിച്ച് വെച്ചതാണ്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെയും ഒരാൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വാതിലിൻ്റെ ബാക്കിൽ കുറച്ച് ഹുക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ അഴിച്ചിട്ട് ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല, നമ്മൾ അലക്കാണ്ട് ഒരു വട്ടമൊക്കെ ഇട്ടിട്ട് അഴിച്ച് വെച്ച ഡ്രസ്സൊക്കെ, അതൊക്കെ ഞാൻ അവിടെ വെക്കുന്നത് തൂക്കിയിടാറാണ്. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. എൻ്റെ അധിക ഷോർട്സിലും ഈ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ നീലത്താമര വിരിഞ്ഞിരിക്കുന്ന വ്യൂ ഞാൻ കാണിക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഞാൻ അധികം ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ഇത് തുറന്നിടുമായിരിക്കും കേട്ടോ. ഇവിടെയാണ് എൻ്റെ ഷൂ റാക്ക് വെച്ച്. പിന്നെ ഇതിൻ്റെ സൈഡിലാണ് ബാത്റൂം, വാഷ്റൂം വരുന്നു. ഇത്രയേ ഉള്ളൂ, കുഞ്ഞു സ്ഥലം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ എൻ്റെ റൂം. എൻ്റെ ഒരു കുഞ്ഞ് വലിയ ലോകമാണിത്. എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു ക്രേസാന്നൊക്കെ പറയില്ലേ, റൂമൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ റൂമിൽ വന്നിട്ട് എനിക്ക് കുറേ ഡ്രീംസ് ഉണ്ടായിരുന്നു. എൻ്റെ റൂമിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒന്നിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവിടുന്ന് റൂം ഷിഫ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് വന്നല്ലോ, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു റുട്ടീനായിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുക, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പ്രാന്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് റൂം എടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റൂമിലാണെങ്കിൽ നമുക്ക് നിൽക്കുമ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലും തോന്നില്ല. ഈ ജനാലയും വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റുമായിരിക്കും. ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. വീട്ടിൽ നിന്ന് അവരൊക്കെ വന്ന സമയത്ത് എല്ലാവരും കൂടി ഈ റൂമിൽ നിൽക്കുമ്പം നല്ല രസമായിരുന്നു. ടെറസിൽ എല്ലാവരും കൂടി കിടക്കുന്നത്, ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന എല്ലാവരും കൂടി നല്ല രസമായിരുന്നു അതൊക്കെ. ഇവിടുത്തെ ദിവസങ്ങൾ ശരിക്കും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് റൂം ടൂർ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.